ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ടു ഓൾ. വീണ്ടും ഒരു റൈറ്റിംഗ് ഡിപിക്ഷനുമായിട്ട് നമ്മൾ വന്നേക്കുവാണ്. യെസ്, നിങ്ങളെല്ലാവരും കേസ് നോട്ടൊക്കെ കണ്ടു കാണും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് നോട്ടും കൊണ്ടാണ് ഇന്ന് നമ്മൾ ലൈവിൽ വന്നേക്കുന്നത്. യെസ്, എല്ലാവരും ഒക്കെ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഫൈൻ. യെസ് യെസ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, അജി വർഗീസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, നാളെ നമുക്ക് എക്സാം ഉള്ള ഒരു ദിവസമാണല്ലേ. ഒരുപാട് ആളുകൾ എക്സാമിന്റെ ടെൻഷനിലൊക്കെ ഇരിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയത്തേക്ക്. നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒത്തിരി പേരുണ്ടാവും. ഒരുപാട് പേര് എഴുതാൻ പോകുന്നവർ ഈ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടാവും. സോ നാളത്തെ ഒരു എക്സാം ഏറ്റവും നല്ലൊരു എക്സാം ആയി മാറട്ടെ. നാളത്തെ ഒരു ബ്ലെസ്ഡ് ഡേ ആയിട്ട് മാറട്ടെ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് നേരത്തേക്ക് നാളെ നമ്മൾ എക്സാം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ആക്റ്റീവായിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ, ഇഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കേസ് നോട്ട് ഓൾറെഡി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആരെങ്കിലും കേസ് നോട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും ആ കേസ് നോട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റീഡറിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യാ, ഐ എം ഫൈൻ ജയലക്ഷ്മി. യെസ് യെസ്, good evening. Bessie, Nimmi Jensen, good evening. Yes, Soni Abraham, good evening. Sajini, yes, good evening. Bini, yes. Reshmi, Princey Libin, good evening. Rinosh, hi, good evening. Neeraja, good evening. Happy to see you again. Yes, Vida, hi, too happy to see you here, dear. Yes. Ani Nichu, yes. Gracie Josna, Jayalakshmi, yes, I'm good, dear. Yes. Yeah, good evening, Ashwati, Divya, Sabila, yes, good evening. Annie Matthews, Ini Maria, good evening. Clarina, hi Clarina, yes. Sajini, Shiba, yes. Saji, yes. Girish Nair, good evening. Soumya, Ashwati, Ajita, Layana, yes. Layana Rose, good evening, good evening. Yes. Neethu Joseph, good evening. Hi Simia, good evening. Aishwarya Subin, good evening. Anu Susan Jibu, good evening. Yes, good evening to all. യെസ്, ഓക്കെ, ഫൈൻ, ഗുഡ്. എല്ലാവരും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, ജയ, ഗുഡ് ഈവനിങ്. ഗ്രീഷ്മ രാജ്, ഗുഡ് ഈവനിങ്. ഷിറോസിയ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേസ് നോട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ് കുറേ അധികം ആളുകൾ നാളെ എക്സാം എഴുതാനായിട്ട് പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് ടൈം ആണ് റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ആരൊക്കെയാണ് ഫസ്റ്റ് ടൈം കാണുന്നതെന്ന് അറിയാനായിട്ടാണ്. ഓരോ പ്രാവശ്യം റൈറ്റിംഗ് ഡിപിക്ഷൻ കഴിയുമ്പോഴും ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആരൊക്കെയാണ് ഫസ്റ്റ് ടൈം റൈറ്റിംഗ് ഡിപിക്ഷൻ കാണുന്നത് എന്ന് അറിയാനായിട്ടാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, പ്രിയ ബിൻസി, ലിജി മറിയ, യെസ്, ഗുഡ് ഈവനിങ്. ഐ എം ഫൈൻ നീതു. യെസ്, ലാവണ്യ, ദീപ, ആൽബി മറിയ, Anchu Vipin, yes, good evening, good evening, good evening. Yes, Chinchu, Lindsay, Augustine, good evening. Yes, Josmi Sarah Johnson, good evening. Yes. Yes, I too happy to see you. Yes, Dharma, yes, hi, yes, yes, fine. Nimish, yes, good evening. Good evening, good evening. Yes, Neethu, Satindran, yes, good evening. Yes, good evening. Ashwati, Prashant, Nitisha, yes, good evening. Vidya, Lavanya, yes, Chinchu, Ginny, Matthew, yes, good evening. Trasimol Korean, good evening. Yes, 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 Nitisha, good evening, good evening. Anju Alex, first time Anna. Anju, you are welcome, dear. Yes. Yes, Bharati, good evening. Yes, good evening, good evening, good evening. Yes, I hope all of you are doing good. Yes, Shamli Varun, good evening. Deepu, good evening. Yes, ma'am. Priya, yes, yes. എല്ലാവർക്കും വിഷുവിന്റെ തലേദിവസമായിട്ട് തിരക്കിലാണോ? യെസ്, ഓക്കെ. സാറ, യെസ്, ഗുഡ് ഈവനിങ്. ഷൈല ബിനു, ഗുഡ് ഈവനിങ്. ജ്യോതി സാൻ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സിജു മാത്യു, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. സംഗീത,
Okay, Asha Jobi, good evening. കുറച്ചുപേരൊക്കെ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. വെരി ഗുഡ്. യു ഓൾ ആർ വെൽക്കം ഹിയർ. ജിജോ സംഗീത്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ് നീതു, ജിജോ, അഞ്ചു, ട്രീസ ബേബി, നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് നീത്തൂസ് അക്കാഡമി ഫോളോ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. സോ റീസൺ അല്ലേ, ഇന്നലെ നമുക്കൊരു റിസൾട്ട് വന്ന ദിവസമായിരുന്നു. വളരെ എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ടുകളായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ ഡ്രീം കൺട്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഓരോ പ്രാവശ്യവും റിസൾട്ട് വരുമ്പോൾ അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനമാണ് അല്ലെ. എങ്ങനെ ഈ സ്റ്റുഡൻസിന് ഇത്ര അധികം സ്കോർ കിട്ടുന്നു, അപ്പം എന്താണ് അതിന്റെ പുറകിൽ ഒരു എഫേർട്ട്, എന്ത് കാര്യം കൊണ്ടായിരിക്കാം അവർ ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു സ്കോർ മേടിക്കുന്നത് അല്ലെ. നമ്മൾ ഒരു OET ആസ്പിറന്റ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും നമുക്ക് മുന്നിൽ പോയ ആളുകളെ കീൻഫുള്ളി ഒബ്സർവ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ സ്കോർ കാണുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മോട്ടിവേറ്റഡ് ആവാനായിട്ട് പറ്റും. ഇതൊന്നും അല്ല, ഇറ്റ് ഈസ് പോസിബിൾ. ഓരോ റിസൾട്ടുകൾ വരുമ്പോഴും ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഓരോ റിസൾട്ടുകൾ വരുമ്പോഴും ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത് കുറച്ചും കൂടെ ഉറക്കെ അല്ലെ, കുറച്ചും കൂടെ ലൗഡർ ആയിട്ട് പറയാൻ പറ്റുവാണ്. നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ പറയുക, നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മുടെ ഫോക്കസ് അത്ര സ്ട്രോങ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. നത്തിങ് ഈസ് ഇംപോസിബിൾ അല്ലെ. ഓരോ പ്രാവശ്യവും റിസൾട്ട് വരുമ്പം ഇത്ര അധികം സ്റ്റുഡൻസ് അവരുടെ ഫാമിലി അല്ലെ, അവരുടെ സിബ്ലിങ്സ്, എത്ര കുടുംബങ്ങളാണ് അവരുടെ ഡ്രീമിലോട്ട് ഏറ്റവും അടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഡ്രീമിലോട്ട് എത്തിപ്പെടുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പം നമ്മുടെ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പൊ നമ്മളുള്ള ഒരു കറന്റ് സിറ്റുവേഷന്റെ ആ ഒരു ചെയിനെ ബ്രേക്ക് ചെയ്യാനുള്ള ആൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും. സോ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും നാളെ ടുമോറോ ഷുഡ് ബി യുവർ ഡേ. നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് റൈറ്റ് ട്രാക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യുവാണ്. സോ നന്നായിട്ട് നാളെ എക്സാം എഴുതാനായിട്ട് പറ്റട്ടെ. സോ എക്സാമിന്റെ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു റീഡറിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, സേജ് അഡ്വക്കേറ്റ് അല്ലെ. എത്ര പേർക്ക് അറിയാം സേജ് അഡ്വക്കേറ്റ് എന്താണ്, അല്ലെങ്കിൽ സേജ് അഡ്വക്കേറ്റിനെ പരിചയമുള്ള, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി പരിചയമുള്ള ആളുകളുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. സേജ് അഡ്വക്കേറ്റിനെ പറ്റി കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഒന്ന് കമന്റ് ചെയ്തേ. സേജ് അഡ്വക്കേറ്റിനെ പറ്റി അറിയാവുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ, നോക്കട്ടെ എത്ര പേര് അവെയർ ആണ് ഇങ്ങനെ ഒരു പ്രൊഫഷനെ പറ്റി, അല്ലെങ്കിൽ അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അവെയർ ആയിരിക്കുന്ന എത്ര പേരുണ്ട് എന്നറിയാനായിട്ടാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. ജോഫി ജെയ്സൺ, ബ്രിജിത്ത്, ആര്യ രാഹുൽ, സീത, യെസ്. റജില റജി, സിജിമോൾ അജോഷ്, യെസ്. പാർവതി ജയകൃഷ്ണൻ, ജോബിയ ജോബി, യെസ് യെസ്. ഫരീദ ബാബു ബനു, യെസ്. പ്രിയ കുമാരി, യെസ് യെസ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ടു ഓൾ. യെസ്. സേജ് അഡ്വക്കേറ്റിനെ പറ്റി കേട്ടിട്ടുള്ള, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി പരിചയമുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. അഞ്ചു ടോജോ, ഗുഡ് ഈവനിങ്. ദീപ്തി ഫ്രാൻസിസ്, ഗുഡ് ഈവനിങ്. സിനീഷ് ഷെറിൻ, അനില മോൾ, വിജി മോൾ വിജി, യെസ്. ഐശ്വര്യ വത്സരാജ്, ഗുഡ് ഈവനിങ്. ലയ മറിയം, ഗുഡ് ഈവനിങ്. വിനു, യെസ്. അഞ്ചു വൈശാഖ്, ഗുഡ് ഈവനിങ്. Yes, good evening. Azar, Sandhya Devi, good evening. For all their parents. Okay, Subhash Josh, okay. Okay, good. Yes, good evening. Shiny, Manjusha, good evening. Cloudin, good evening. Savita Sunil, good evening. Lily Biju, good evening. Yes. Renya Prashant, good evening. Siji Ajo, good evening. Yes, yeah. Good evening. Shanto, yes, yes, good evening. Siji Paulos, good evening. Priya Justin, yes, good evening. Rani Robin, yes, Rani, good evening. Good evening, Mary Matthew. Yes, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സേജ് അഡ്വക്കേറ്റ്? കേട്ടിട്ടുള്ളവര് കുറച്ചൊരാള് കമന്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചുപേര് കമന്റ് ചെയ്തു. യെസ്, ഓൾഡർ പേഷ്യൻസ് അല്ലെ, ഓൾഡർ പേരൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് സേജ് അഡ്വക്കേറ്റ്? സഫിയ ഷമി, വിനി ബിജു, യെസ്, ഗുഡ് ഈവനിങ്. No idea. Lily, okay, no problem, we will discuss it today. Yes, good evening. Rinchu, yes, good evening. Sharp, yes, yes, yes. Jisha, good evening, good evening. Emily Vigil, good evening. Yes, good evening. Promote and protect older people. Very good, Sanila. Promote and protect older people. Very good, very good. Good explanation. Good. Hima Babu, good evening. Yes, good evening. Reshmalinu, good evening. Justina Shelley, good evening. Yes. Anil George, good evening. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ. അപ്പോൾ സേജ് അഡ്വക്കേറ്റിനെ പറ്റി ഒരുപാട് ധാരണ ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് വി വിൽ ഡിസ്കസ് വാട്ട് ഇറ്റ് ഇസ് അല്ലേ, എന്താണ്, വാട്ട് ഈസ് ദ റിയൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആരാണ് സേജ് അഡ്വക്കേറ്റ് എന്നുള്ളതാണ്. സേജ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൾണറബിൾ ആയിട്ടുള്ള അഡൾട്ട് ആൻഡ് ഹെൽത്ത് കെയർ പേഷ്യൻസിനെ അവരുടെ സർട്ടൻ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അസിസ്റ്റ് ചെയ്യുകയും അവരുടെ നീഡ്സിനെ അസിസ്റ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണ് സേജ് അഡ്വക്കേറ്റ്. ഇപ്പൊ ഈ സേജ് അഡ്വക്കേറ്റ്സ് എന്തൊക്കെയായിരിക്കും ചെയ്യുക? ഇപ്പൊ ഫോർ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയറിൽ സെക്ടറിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റ് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് ആരും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ആ പേഷ്യന്റ് നീഡ്സ് എന്താണ്, അതുപോലെ തന്നെ ആ പേഷ്യന്റ് ഫ്രീഡം, ഡിഗ്നിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് ഒരിക്കലും ബ്രീച്ച് ചെയ്യാത്ത, അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് ഓൺ ബിഹാഫ് ആയിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് സേജ് അഡ്വക്കേറ്റ്സ്, അല്ലെ? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സേജ് അഡ്വക്കേറ്റിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൂടെയാണ്. അപ്പോൾ സേജ് അഡ്വക്കേറ്റിന്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക്, ആരുമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒരു എന്താ പറയണ്ട, ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു ഹൗസിൽ ഒറ്റയ്ക്ക് പെട്ടുപോകുന്ന ഒരാളുകൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷനിൽ, അവർക്ക് ഫാമിലി മെമ്പേഴ്സും ആരുമില്ല ചെയ്യാനായിട്ട്, അങ്ങനത്തെ സിറ്റുവേഷനിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് സേജ് അഡ്വക്കേറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നത്. സർവീസ് ഹൂ സപ്പോർട്ട്. ഓക്കെ, ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. Yes, very good, very good. Yes, yeah, Siji, Drishya, nobody is there to take care of the older patients. Sage advocate is taking care. Very good, very good, Subhash. Yes, no idea, no problem. Sage provides information, support and advocacy for patients. Very good, great. Priya, promote and protect older or vulnerable patients. Really good. Yes, Sajini. Yes, support and protect old and vulnerable patients. Ansu Nitin, very good. The service who support old and vulnerable people is Sage Advocate. Very good, very good. Yes. Sanil Shaiju, Gabriel, Anu Anil Kumar, Lita, Sharanya Vineet, yes, Anchu Thomas, Lakshmi Srikant, yes, good evening, good evening. Happy to see you all here. Really good evening. Yes, Sage helps the vulnerable or elderly in certain situations where no other services is able to assist them. Very good, Priya. Okay, so നമുക്ക് ഓൾമോസ്റ്റ് എന്താണ് സേജ് അഡ്വക്കേറ്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? വി ആർ മൂവിങ് ടു ദ കേസ് നോട്ട്. ബിഫോർ ദാറ്റ് എനിക്ക് ഈ റൈറ്റിംഗ് ഡിപിക്ഷൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. വാട്ട് ഓൾ ആർ ദ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫോർ റൈറ്റിംഗ്? വാട്ട് ഓൾ ആർ ദ 6 updated evaluation criteria for writing? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നാളെ എക്സാം എഴുതാൻ പോകുന്ന എത്ര സ്റ്റുഡൻസ് ഈ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, നാളെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആരൊക്കെയാണ് എന്ന് അറിയാനായിട്ടാണ്. ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്. അതുപോലെ തന്നെ ജസ്റ്റ് tell me what all are the updated evaluation criteria for writing. Yes, ഇതിന്റെ ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ നമുക്ക് റൈറ്റിംഗ് ഡിപിക്ഷൻ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, അല്ലേ? അതെ, യെസ്, പ്ലീസ് ലെറ്റ് മീ നോ. യെസ്, ആർക്കൊക്കെയാണ് അറിയാവുന്ന എന്ന് നോക്കട്ടെ. ഇതിനു മുമ്പ് റൈറ്റിംഗ് ഡിപിക്ഷൻ സ്ഥിരമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് അതിനെപ്പറ്റി അവെയർ ആയിരിക്കും. സോ ഒന്ന് കമന്റ് ചെയ്യാമോ? ഹെൽപ്പ് വൾണറബിൾ ഏജ്ഡ് ഗ്രൂപ്പ്, പേർപ്പസ്, ക്രൈറ്റീരിയ. യെസ്, ഐ ആം ഷാന്റോ. വെരി ഗുഡ്. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സർവീസ് പ്രൊട്ടക്ട് ഓൾഡ് ആൻഡ് വൾണറബിൾ പീപ്പിൾ ആണ് എല്ലാവരും. സേജ് അഡ്വക്കേറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. വെരി ഗുഡ്. പ്രിയങ്ക, ഗുഡ്. യെസ്, ഗുഡ് ഈവനിങ്. ധർമ്മൻ, purpose, conciseness and clarity. Yes, who is the reader? Yeah, that is the 6 points, Jijo. Good evening. Yes, Rija. Yes, the first one it is purpose. Second one it is രണ്ടാമത്തെ എന്താണ്? Content, conciseness and clarity, genre and style, organization and layout, language. Very good. Who is the reader? And what all are the 6 points you should remember before you write down any letter? Okay, Jijo. Yes, who is the reader? Whether the reader's name is given or not. Yeah, okay, then who am I? Purpose of the letter, diagnosis of the patient. Is it a known case or unknown case? Very good, Jijo. Yes, very good. Happy to see. Okay, fine. Purpose, content, conciseness and clarity, genre and style, organization, layout. Very good. Purpose. എല്ലാവരും aware ആണ് updated evaluation criteria പറ്റി. Really good. Great. Yes. Purpose, content, conciseness. Very good. Gita, yes. Exam ഉണ്ട് എന്ന് പറയുന്നുണ്ട്. All the best, dear. Okay. Purpose, content, clarity. Yes. 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 Very good. Very good. Keep going. Yes. Very good. Shanti, Albi, Maria, PK, Jishnu. Yes. Good. Subhash. Yes. Very good. Very good. Keep going. Yes. Who am I? Very good. Yes. Good evening. Good evening, Manchu.
ഓക്കെ, അപ്പൊ എല്ലാവരും അവെയർ ആണ് അല്ലെ? ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദ കേസ് നോട്ട്. നമ്മൾ കേസ് നോട്ടിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ കണ്ടു സേജ് അഡ്വക്കേറ്റ് ആണ് നമ്മുടെ റീഡർ. സോ വി ആർ മൂവിംഗ് ടു ദ കേസ് നോട്ട്. യൂസിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്, റൈറ്റ് എ ലെറ്റർ ടു മിസ് ഇമ മെഖാൻ, സേജ് അഡ്വക്കേറ്റ്, 17 സ്റ്റേഷൻ റോഡ്, ക്ലാരി ഹോൾ, കോൺട്രാക്ട് ടു കോർഡിനേറ്റ് ദ ഡിസ്ചാർജ് പ്രോസസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടു കോർഡിനേറ്റ് ദ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഡ് അറേഞ്ച് ഓൾ ദ നെസസറി ഐറ്റംസ് അറ്റ് ഹോം ബിഫോർ ഡിസ്ചാർജ് എന്ന് കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ ഒരു സേജ് അഡ്വക്കേറ്റിന് റെഫർ ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കോർഡിനേറ്റ് ദ ഡിസ്ചാർജ് പ്രോസസ് ആൻഡ് അറേഞ്ച്മെന്റ്, നെസസറി അറേഞ്ച്മെന്റ് ഓഫ് ദ എന്താണ് ഐറ്റംസ് അറ്റ് ഹോം ബിഫോർ ഡിസ്ചാർജ് എന്നത് റൈറ്റിംഗ് ടാസ്കിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെ എന്തൊക്കെ കിട്ടി? റീഡർ ആരാണ് എന്നത് കിട്ടി, പേര് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് യുവർ സിൻസിയർലി. ഇനി ഡിസ്ചാർജ് പ്രോസസ്സ് കോർഡിനേറ്റ് ചെയ്യാനും നെസസറി ആയിട്ടുള്ള ഐറ്റംസ് അറേഞ്ച് ചെയ്യാൻ അറ്റ് ഹോം എന്ന ഒരു ചെറിയൊരു ഹിന്റ് കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ കേസ് നോട്ട്. റീഡ് ദ കേസ് നോട്ട് ആൻഡ് കംപ്ലീറ്റ് ദ റൈറ്റിംഗ് ടാസ്ക് വിച്ച് ഫോളോസ്. പേഷ്യന്റിന്റെ പേര് സ്റ്റെഫാനി ഷെയിൽ. ഈസ് എ 79-year-old patient on the ward of a transitional care unit in which you are the charge nurse. അപ്പൊ നമ്മൾ ആരാണ്? ചാർജ് നേഴ്സ് ആണ്. ഹൂ ആം ഐ എന്ന ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനും അവിടെ ആൻസർ കിട്ടി. ഓക്കെ, നെയിം അഗൈൻ പേഷ്യന്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്റ്റെഫാനി ഷെയിൽ എന്നാണ് പേഷ്യന്റെ പേര്. മറൈറ്റൽ സ്റ്റേറ്റസ് വിഡോ ആണ്, 8 years ആയിട്ട്. അഡ്മിഷൻ ഡേറ്റ് 3rd January ആണ്. ഡിസ്ചാർജ് ഡേറ്റ് 24 April ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആൻഡ് ഏപ്രിൽ, ഓൾമോസ്റ്റ് 4 months ആയിട്ട് ഈ പേഷ്യന്റ് എവിടെയാണ്? ട്രാൻസിഷണൽ കെയർ യൂണിറ്റിലാണ് പേഷ്യന്റ് ഉള്ളത്. അവിടെയുള്ള ചാർജ് നേഴ്സ് ആണ് ലെറ്റർ എഴുതുന്ന നിങ്ങൾ. ഓക്കെ, ഫൈൻ. അപ്പൊ അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും ഏതൊരു കേസ് നോട്ട് കണ്ടാലും അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും നോട്ട് ചെയ്യണം. അത്രയും ഡേയ്സ് അല്ലെങ്കിൽ അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഡേയ്സ് ആയിരിക്കും നിങ്ങളും ഈ പേഷ്യന്റും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അത്രയും നാളായിട്ട് ഈ പേഷ്യന്റിനെ അറിയായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗ്നോസിസ് എന്താ? അഡ്മിറ്റഡ് ഇൻ സിറ്റി ഹോസ്പിറ്റൽ ഓൺ. എപ്പോഴാണ് അഡ്മിറ്റഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? Diagnosis admitted in city hospital on 11/5/2022 under Dr. Breslin due to acopia at home എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് അക്കോപ്പിയ? അക്കോപ്പിയ എന്താണ്? അക്കോപ്പിയ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? പ്ലീസ് കമന്റ്. ആർക്കൊക്കെയാണ് അറിയാവുന്നതെന്ന് നോക്കാനാണ്. യെസ്, അക്കോപ്പിയ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ് യെസ് Yes, dears, acopia. Yes, very good. Inability to carry out the activities of daily living. Good. Yes, inability to cope with activities of daily living എന്നതാണ് അക്കോപ്പിയ. അക്കോപ്പിയ എന്ന് പറയുമ്പോൾ അപ്പൊ അക്കോപ്പിയ അറ്റ് ഹോം കൊണ്ടാണ് ഈ പേഷ്യന്റ് ആദ്യമായിട്ട് അഡ്മിറ്റഡ് ആവുന്നത്. പേഷ്യന്റ് 2022 കോവിഡ് ഒരു പോസിറ്റീവ് ആയിരുന്നു എന്ന് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇയർ ശ്രദ്ധിച്ചു കാണും. 2023 അഡ്മിഷൻ ഡേറ്റ് ആൻഡ് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എവിടെയാ പറഞ്ഞിരിക്കുന്നത്? 2022 പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസ് നോട്ടിൽ വരുമ്പം ശ്രദ്ധിക്കുക, ട്രാപ്പാണ്. നമ്മൾ പെട്ടെന്ന് ഏത് ഇയർ ആണ് എന്നത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഏത് മന്ത് മാത്രമല്ല, ഇയറും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ കേസ് നോട്ട് വായിച്ചു പോകണം. ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിന്റെ താഴെ തന്നിട്ടുണ്ട് യൂറോസെപ്സിസ്, അഡ്വാൻസ്ഡ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അപ്പൊ പേഷ്യന്റ് ശരിക്കുമുള്ള ഡയഗ്നോസിസ് എന്താണ്? യൂറോസെപ്സിസ് ആൻഡ് അഡ്വാൻസ്ഡ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ് പേഷ്യന്റിന്റെ റിയൽ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിന് അണ്ടറിൽ പ്രീവിയസ്ലി 2022 പേഷ്യന്റ് അഡ്മിറ്റഡ് ആയത് അക്കോപ്പിയ ആണ് എന്ന് പറഞ്ഞിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ റീഡറിന്റെ അല്ലെങ്കിൽ നമ്മൾ റീഡറിന് കൊടുക്കാൻ പാകത്തിന് നമ്മൾ നമ്മുടെ കേസ് നോട്ടിൽ കാണുവാണ്. അപ്പൊ ഇന്നബിലിറ്റി ടു കോപ്പ് വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്നത് ഈ പേഷ്യന്റിന്റെ ഒരു റിയാലിറ്റിയിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പം സേജ് അഡ്വക്കേറ്റിന് ഈ ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതെ. പക്ഷെ അവിടെ ഏത് ഇയർ എന്നത് ഇമ്പോർട്ടന്റ് അല്ല, മറിച്ച്
സേജ് അഡ്വക്കേറ്റിനോട് പേഷ്യന്റിന് ഇന്നബിലിറ്റി ടു കോപ്പ് വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. വെരി ഗുഡ്. ഇന്നബിലിറ്റി ടു കോപ്പ് വിത്ത് ആക്ടിവിറ്റീസ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, റിയലി ഗ്രേറ്റ്. ഓക്കെ, then we will move on to the past medical history. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മുടെ സേജ് അഡ്വക്കേറ്റിന് ഇമ്പോർട്ടന്റ് ആണോ? ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇസ് ഇറ്റ് റെലവെന്റ് ഓർ ഇറലവെന്റ് ഇൻഫർമേഷൻ ടു ദ സേജ് അഡ്വക്കേറ്റ്? ഒന്ന് കമന്റ് ചെയ്യാമോ? പർപ്പസ്, കോണ്ടന്റ്, ക്ലാരിറ്റി, വെരി ഗുഡ്. Gundry and style, inability to cope with activities of daily living. Good, good, good. Keep going. Inability to cope with activities of daily living. Vinu, yes, good, good, yes. Okay, fine. Okay, ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണോ സുഭാഷ്? വെരി ഗുഡ്. അല്ല, എന്തുകൊണ്ടല്ല? സേജ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ അല്ലെ നമ്മൾ പറഞ്ഞതുപോലെ റൈറ്റ്, ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി പോലെയുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെ എല്ലാ അറേഞ്ച്മെന്റ്സിനും അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് സേജ് അഡ്വക്കേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇറ്റ് ഈസ് ആൻ ഇറലവന്റ് ഇൻഫർമേഷൻ ടു ദ സേജ് അഡ്വക്കേറ്റ്. വെരി ഗുഡ്. അടുത്ത നമ്മൾ പറയാണ്. അപ്പൊ ഇതിനകത്ത് പ്ലാനിങ് ടു, അപ്പൊ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് ഹൈപ്പർ ടെൻഷൻ, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ആസ്മ, ഹൈ BMI പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇറലവന്റ്. പ്ലാനിങ് ടു റിട്ടേൺ ഹോം ഹെവിലി റിലയന്റ് ഓൺ കെയറേഴ്സ് ഫോർ ADL ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിന് കെയറേഴ്സിന്റെ അടുത്ത് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റീഫാൻസ് വിഷ് ടു റിട്ടേൺ ഹോം. അപ്പൊ പേഷ്യന്റ് തന്നെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുവാണ്. പക്ഷെ ഇപ്പോഴും പേഷ്യന്റിന് കെയറിന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ റിലയന്റ് ആണ് പേഷ്യന്റ് എവിടെ? കെയറുമായിട്ട്. കെയറിന്റെ ഹെൽപ്പ് കൂടാതെ ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സോ ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് ഓൾസോ അൻ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റ് വിഷാണ് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് എന്നത് ദാറ്റ് ഈസ് ഓൾസോ ഷുഡ് ബി ഇൻഫോം ടു ദ സേജ് അഡ്വക്കേറ്റ്. ഇനി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്? സേജ് അഡ്വക്കേറ്റിന് നമ്മൾ ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യാനുള്ള കാരണം തന്നെ, റൂട്ട് കോസ് തന്നെ എന്താണ്? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പേഷ്യന്റിന് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലീവ്സ് എലോൺ അറ്റ് ഹോം, 2 story ഹൗസ് ആണ്, ഡൗൺ സ്റ്റേഴ്സ് ആണ് പേഷ്യന്റ് ലീവ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ പാക്കേജ് ഉണ്ടായിരുന്നു, ഹാഡ് എന്നാണ് പറഞ്ഞത്. ഹാഡ് ഹെൽത്ത് കെയർ പാക്കേജ് പ്രീവിയസ്ലി ബട്ട് ഏജൻസി വിഡ്രൂ ഡ്യൂ ടു HCP ക്രൈസിസ്. HCP എന്താണ്? ഹെൽത്ത് കെയർ പാക്കേജ് ആണ് HCP എന്ന് പറഞ്ഞാൽ. സോ ഈ HCP ക്രൈസിസ് കൊണ്ട് എന്തോ ചെയ്തു? ഏജൻസി അവരുടെ ഹെൽത്ത് കെയർ പാക്കേജ് വിഡ്രൂ ചെയ്തു. awaiting new agency for increased HCP of 42 hours. ഹെൽത്ത് കെയർ പാക്കേജിന്റെ 42 അവേഴ്സിന്റെ ഹെൽത്ത് കെയർ പാക്കേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ആര്? ഇപ്പൊ ഈ പേഷ്യന്റ്. മനസ്സിലായോ? സോ എന്തുകൊണ്ടാണ് ഒരു സേജ് അഡ്വക്കേറ്റിന്റെ ആവശ്യം ഈ പേഷ്യന്റിന് വന്നത്? കാരണമുണ്ട്. പേഷ്യന്റ് ലീവ്സ് എലോൺ ആണ്. കണ്ടോ? ആരുമില്ല പേഷ്യന്റിന്റെ കൂടെ അല്ലെ. നോ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നോ ഏജ്ഡ് പെൻഷനർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സിസ്റ്റർ ഉണ്ട്, വിസിറ്റ്സ് ഒക്കേഷണലി ആണ്, മിനിമൽ സപ്പോർട്ട് ആണ്. അല്ലെങ്കിൽ ഈ സിസ്റ്ററിനെ കൊണ്ട് പ്രത്യേകിച്ച് സപ്പോർട്ട് ഒന്നും ഈ പേഷ്യന്റിന് ഇല്ല. അപ്പൊ പേഷ്യന്റിന് സ്വന്തമായി, പേഷ്യന്റ് വിഡോ ആണ്, പേഷ്യന്റ് പിള്ളേരില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പേഷ്യന്റ് ഇപ്പം ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. നോ സൈൻസ് ഓഫ് ഡിമെൻഷ്യ ഒബ്സർവ്ഡ് ആണ്. ദാറ്റ് ഈസ് ഇറലവന്റ്. ഇനി ഓക്കുപേഷണൽ തെറാപ്പിയുടെ ഒരു അസസ്മെന്റ് നടന്നിട്ടുണ്ട്. OT തെറാപ്പിയിൽ ഓക്കുപേഷണൽ തെറാപ്പി അസസ്മെന്റ് OT അസസ്മെന്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, അഗൈൻ എ ന്യൂ ടേം അല്ലെ. ക്ലിനിക്കൽ ഫ്രയൽറ്റി ടേം എന്താണ്? സ്കെയിൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യാമോ? ഒരുപാട് മാക്സിമം വെറൈറ്റി ഉള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ് കേസ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പോഷർ കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പൊ അതുകൊണ്ടൊന്ന് കമന്റ് ചെയ്യാമോ? ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ. യെസ്, എന്താണ് ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ എന്ന് പറഞ്ഞാൽ? സേജ് അഡ്വക്കേറ്റ്, സോഷ്യൽ ഹിസ്റ്ററി റെലവന്റ്. വെരി ഗുഡ് സുഭാഷ്. Vinu, relevant, social background relevant. Very good, very good. Keep going. Yes, yes, keep going. Yes. എന്താണ് ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിലിനെ പറ്റി എത്ര പേർക്കറിയാം? എത്ര പേര് കേട്ടിട്ടുണ്ട് ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിലിനെ പറ്റി? എന്താണത്? യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, യെസ്, കമന്റ് ചെയ്യാമോ? റോൾ ഓഫ് ദം പ്രൊട്ടക്ടിങ് ആൻഡ് അസിസ്റ്റിംഗ് ദ ഡ്യൂട്ടി. എലീഷബ എലിയാസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ചിനു എം, സേജ് അഡ്വക്കേറ്റ്, സോഷ്യൽ ഹിസ്റ്ററി ഇറലവന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. വിനു ഇറലവന്റ് ആണ്. ആര്യ ജി നാഥ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റെലവന്റ് ആണ്. വെരി ഗുഡ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇസ് ദ മോസ്റ്റ് റെലവന്റ് ഇൻഫർമേഷൻ. ഷിൻഡു അഗസ്റ്റിൻ, യെസ്. നോ ഐഡിയ. സുഭാഷ് അഗൈൻ നോ ഐഡിയ പറയുന്നുണ്ട്. നോ പ്രോബ്ലം, വി വിൽ ഡിസ്കസ്. നോ ഐഡിയ. യെസ്, ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ. എന്താണ് ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പേഷ്യന്റിന്റെ നോ ഐഡിയ ഒത്തിരി പേര് പറയുന്നുണ്ട്. നോ പ്രോബ്ലം, നോ വറീസ്, വി വിൽ ഡിസ്കസ്. ഒരു പേഷ്യന്റിന് എത്ര മാത്രം അല്ലെ ലിവിംഗ് വിത്ത് മോഡറേറ്റ്
ഫ്രയൽറ്റി ആണ്, അതായത് പേഷ്യന്റിന് എത്രമാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നത് അസസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് എന്ത് ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഫ്രയൽറ്റി സ്കെയിൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ഹെൽപ്പ് വിത്ത് ഓൾ ദ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ്, അതുപോലെ ഹൗസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് എല്ലാത്തിനും വളരെ കൃത്യമായിട്ട് അസിസ്റ്റൻസ് ആവശ്യമുള്ള ഒരു സ്റ്റേജ് ആണ് എന്ത് 6 എന്ന് പറയുന്ന സ്കോർ. അതുപോലെ തന്നെ പേഷ്യന്റിന് സ്റ്റെയർ കയറാനും ബാത്തിങ്ങിനും ഒക്കെ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ഡ്രസ്സിങ്ങിന് മാത്രം മിനിമൽ അസിസ്റ്റൻസേ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഓൾമോസ്റ്റ് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത, എല്ലാത്തിനും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ സ്കോർ ആണ് എന്ത് ക്ലിനിക്കൽ ഫ്രയലിറ്റി സ്കോർ 6 എന്ന് പറഞ്ഞാൽ. ഇതിന്റെ സ്കോറിങ് 1 to 10 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലിനിക്കൽ ഫ്രയലിറ്റി സ്കോർ എന്ന് പറയുന്ന 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി പേഷ്യന്റ് ഡിപ്പെൻഡന്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനും ഈ പേഷ്യന്റ് എന്തോ വേണം, മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന്, വീട്ടിൽ ആരുമില്ലാത്ത ഒരു പേഷ്യന്റിന് എന്തിന് സേജ് അഡ്വക്കേറ്റിനെ വിട്ട് നമ്മൾ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നത് എന്താണ് റീസൺ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ഷിഫ്റ്റിംഗ്? എന്താണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം? ബിക്കോസ് ദാറ്റ് ഈസ് ദ വിഷ് ഓഫ് ദ പേഷ്യന്റ്. കണ്ടോ? സോ പേഷ്യന്റിന്റെ വിഷ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തിലോട്ട് ഡൈവേർട്ട് ചെയ്തു പോയത്? സേജ് അഡ്വക്കേറ്റിലോട്ട് ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യാനുള്ള കാരണം. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേജ് അഡ്വക്കേറ്റിന്റെ ഡ്യൂട്ടി തന്നെ എന്താണ്? ഒരു പേഴ്സന്റെ റൈറ്റും അതുപോലെ തന്നെ ഫ്രീഡം, ഡിഗ്നിറ്റി പോലെയുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. വൾണറബിൾ ആയിട്ടുള്ള ആളുകളുടെ ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്? സേജ് അഡ്വക്കേറ്റ്. ഇവിടെ പേഷ്യന്റ് ഏറ്റവും വലിയ വിഷാണ് പേഷ്യന്റ് വിഷസ് ടു റിട്ടേൺ ഹോം ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ നോക്കാൻ ആരുമില്ല, വീട്ടിൽ ഉള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഈ പേഷ്യന്റിനെ തിരിച്ചു വിടാൻ പറ്റില്ല ഫ്രം ദ ട്രാൻസിഷണൽ കെയർ യൂണിറ്റ് എന്നത് ശരിക്കും പറഞ്ഞാൽ പേഷ്യന്റിന്റെ റൈറ്റിനെ നമ്മൾ റൈറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യു ആർ റെഫറിംഗ് ദിസ് പേഷ്യന്റ് ടു എ സേജ് അഡ്വക്കേറ്റ്. ഹി ക്യാൻ ഡു സപ്പോർട്ട് ഫോർ ദ പേഷ്യന്റ്. കിട്ടിയോ? ഐഡിയ ക്ലിയർ ആണോ? അപ്പം സേജ് അഡ്വക്കേറ്റ് എന്നത് Frailty scale dictate the objective of surgery, especially for older clients. Very good, Priya. Arya ji, yes. Well validated scale used for the quantify the degree of disability from frailty. Very good. Good explanation, Venu. Yes, it is clear. അപ്പം സേജ് അഡ്വക്കേറ്റ് എന്ന റീഡറിലോട്ട് ഈ ലെറ്റർ എത്താനുള്ള കാരണം തന്നെ എന്താണ്? ബിക്കോസ് ദാറ്റ് ഈസ് ദ വിഷ് ഓഫ് ദ പേഷ്യന്റ്. അപ്പം പേഷ്യന്റിന്റെ ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഒക്കുപേഷണൽ തെറാപ്പിയുടെ അസസ്മെന്റ് ആണ് പറയാൻ പോണേ. അടുത്ത ഒരു ടേം വരുവാണ് DADL. എന്താണ് DADL? യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? Yes, it is clear. Anina, very good. Thank you, dear. Yes, എന്താണ് DADL? ADL എന്താണെന്ന് നമുക്കറിയാം, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് ആണ്. അതിന്റെ മുന്നിൽ ഒരു D കൂടെ വന്നാൽ എന്താണ്? DADL, ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് അല്ലെ? Yes. Now it is clear. Very good. Yes, clear. Frailty is dependency. Very good, Anila. Yes, it is clear. Yes, Mary Judy, clear. Very good. Okay, അപ്പോൾ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങളിലെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അസസ്മെന്റിനെ പറ്റിയാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. മീൽസ് വാസ് കുക്കിംഗ്, മീൽസ് ഇൻ ഓവൻ ഓർ കെയറേഴ്സ് പ്രൊവൈഡിംഗ് ദ മീൽസ്. അറ്റ് പ്രസന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കെയറേഴ്സ് ആണ് കൊടുക്കുന്നത്. ലോണ്ടറി കെയറേഴ്സ് ആണ്. ഷോപ്പിംഗ്, ടെലിഫോൺ കോൾ ആണ് ചെയ്യുന്നത്. ടു ടെസ്കോ ടു ഡെലിവർ. ഫിനാൻസിന്റെ ഇൻഡിപെൻഡന്റ് യൂസിങ് DD ഓർ ടെലിഫോൺ കോൾസ് ആണ്. ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേഷ്യന്റിന്റെ അറ്റ് പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ഒരുപാട് പേര് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്. വെരി ഗുഡ് ദീപിക, അരുൾ, ആര്യ, രാഹുൽ. ക്ലിയർ. യെസ്, താങ്ക് യു ഡിയർ. യെസ്, താങ്ക് യു. യെസ്, ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, വിൽ മൂവ് ഓൺ. യെസ്, ഇപ്പോഴത്തെ കറന്റ് കണ്ടീഷൻ, കറന്റ് ഇൻഡിപെൻഡൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ ഡിപിക്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? പേഷ്യന്റ് ഇൻ ബെഡ് ഓൺ അറൈവൽ. പേഷ്യന്റ് വന്ന സമയത്ത് ബെഡിലായിരുന്നു. റിക്വസ്റ്റഡ് വാട്ടർ ആണ്. OT ഫിൽഡ് ദ കപ്പ് ആൻഡ് പ്രൊവൈഡഡ് ദ സെയിം കൊടുത്തു. ഡിസ്കസ്ഡ് ഹോം ആൻഡ് ഡിസ്ചാർജ് പ്ലാൻ. Stephanie adamant that no OT visit will be conducted. അപ്പൊ സ്റ്റെഫാനി എന്താ പറയണേ? നോട്ട് നീഡഡ് അല്ലെ? ഒരു OT വിസിറ്റും ആവശ്യമില്ല. ആൻഡ് ഹി വാണ്ട്സ് ടു ഗോ ഹോം. പേഷ്യന്റിന് വീട്ടിൽ പോയാൽ മതി. പേഷ്യന്റ് OT വിസിറ്റ് കഴിഞ്ഞ് ഇനി മോഡിഫിക്കേഷൻ ഒന്നും കഴിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ അഡമന്റ് ആണ് പേഷ്യന്റ് വീട്ടിൽ പോകണം. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ പേഷ്യന്റ് അല്ലെ? പേഷ്യന്റ് വിഷ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് വീട്ടിൽ ആരുമില്ല, ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് യു ആർ റെഫറിംഗ് ദിസ് പേഷ്യന്റ് ടു എ സേജ് അഡ്വക്കേറ്റ്. ഐഡിയ, കോണ്ടന്റ്, ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. റിയലി ഗ്രേറ്റ്. യെസ്, വി വിൽ മൂവ് ഓൺ.
ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ബെഡ് മൊബിലിറ്റി അസസ്മെന്റ്, അൺഎബിൾ ടു ടേൺ ഇൻ ബെഡ് ആണ്, റിക്വയർസ് 2 പേഴ്സൺ അസിസ്റ്റൻസ് ആണ്. വന്ന സമയത്തെ കാര്യമാണ് പറയണത് കേട്ടോ. ഓക്കെ, സ്റ്റീഫാൻ റിപ്പോർട്ടിംഗ് ഷീ വിൽ ബി ഏബിൾ ടു വോക്ക് ആണ്. ഡിസ്കസ് ദാറ്റ് ഷീ റിക്വയർസ് full body hoist for and with the assistance of 2 and will require the same for home. എന്താ പ്രശ്നം? പേഷ്യന്റിന് 2 പേരുടെ അസിസ്റ്റൻസും മൊബിലിറ്റിക്ക് വേണ്ടി ഒരു ഫുൾ ബോഡി ഹോയിസ്റ്റും കൂടെ ആവശ്യമുണ്ട്. കണ്ടോ? അപ്പൊ ഫുൾ ബോഡി ഹോയിസ്റ്റിന്റെ ഹെൽപ്പിലാണ് ഈ പേഷ്യന്റിന്, 2 പേരുടെ അസിസ്റ്റൻസിലാണ് ഈ പേഷ്യന്റിന് എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആംബുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെ പേഷ്യന്റിന് വീട്ടിലോട്ട് ആവശ്യമുണ്ട്. സ്റ്റീഫാനി എഗ്രീബിൾ ടു ദ സെയിം. ഓക്കെ, പ്ലാൻ ഫോളോ വീൽ ചെയർ എബിലിറ്റി, അവൈലബിലിറ്റി ഓഫ് കമോഡ്, വീൽ ചെയറിന്റെ ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്, കമോഡിന്റെ അവൈലബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഷവർ ചെയർ ആൻഡ് പ്രൊഫൈലിംഗ് ബെഡ്. ഇത്രയും കാര്യങ്ങൾ ഈ പേഷ്യന്റിന് ആവശ്യമുണ്ട് എന്നത് ആരുടെ അസസ്മെന്റ് ആണ്? ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അസസ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു സേജ് അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്ത് റോളാണ് വരിക? ഇവിടുത്തെ റോളിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സേജ് അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്ത് റോളാണ് സേജ് അഡ്വക്കേറ്റിന് വരിക? അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. അപ്പം ഈ സേജ് അഡ്വക്കേറ്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നതല്ല, ഒരു ലൈസൺ ആയിട്ട് ആക്ട് ചെയ്യുക എന്നതാണ്. അതായത് ഈ പറയുന്ന എക്യുപ്മെന്റ് എല്ലാം ഈ പേഷ്യന്റിന് ആവശ്യമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അസസ് ചെയ്ത് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അസസ് ചെയ്ത് പേഷ്യന്റിന്റെ ഒരു വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് കൺഫേം ചെയ്യുക എന്നതാണ് സേജ് അഡ്വക്കേറ്റിന്റെ റോള്. സോ ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ഡിസ്ചാർജ് പ്ലാനിനകത്ത് പേഷ്യന്റ് ക്യാൻ ബി ഡിസ്ചാർജ് ടു ഹോം വിത്ത് ദ ഹോം സപ്പോർട്ട് പാക്കേജ് ഓഫ് 35 hours per week ആണ്. ഇപ്പൊ ഓൾറെഡി എന്താ പറഞ്ഞ, പേഷ്യന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ഹെൽത്ത് കെയർ പാക്കേജ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് നമ്മൾ വായിച്ചു പോയ ഒരു കാര്യമാണ് അല്ലെ, വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ഹെൽത്ത് കെയർ പാക്കേജ് ആണ്. യെസ്, അപ്പൊ ഹെൽത്ത് കെയർ പാക്കേജിന് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ ഇപ്പൊ അറ്റ് പ്രസന്റ് പേഷ്യന്റ് ഹെൽത്ത് കെയർ പാക്കേജ് ഉണ്ടോ? ഇല്ല. പക്ഷെ പേഷ്യന്റ് വീട്ടിൽ പോകണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 35 hours per weekന്റെ ഒരു ഹെൽത്ത് കെയർ പാക്കേജ് ഈ പേഷ്യന്റിന് ആവശ്യമുണ്ട്. സോ വാട്ട് സേജ് അഡ്വക്കേറ്റ് ഷുഡ് ഡു? he or she has to do the arrangement for the 35 hours of healthcare package for the patient. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ വിട്ടുപോകുന്ന ഒരുപാട് പോയിന്റ്സ് ആണ്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല അല്ലെ, നമ്മൾ മുന്നേ വായിച്ചു പോയതാണ്. വെയിറ്റിംഗ് ആണ് എന്നുള്ളത് ഓൾറെഡി ക്രൈസിസ് വന്നപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. എന്ന് വെച്ചാൽ അറ്റ് പ്രസന്റ് പേഷ്യന്റ് ഹെൽത്ത് കെയർ പാക്കേജ് അവൈലബിൾ അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുവാണ് 35 hours per weekന്റെ ഹെൽത്ത് കെയർ പാക്കേജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പേഷ്യന്റിനെ വീട്ടിലോട്ട് വിടാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സേജ് അഡ്വക്കേറ്റ് ടു ഡു ദ നെസസറി അറേഞ്ച്മെന്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് ദ അതർ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ടു പ്രൊവൈഡ് ദ മാക്സിമം ഇഫക്റ്റീവ് കെയർ ആൻഡ് സപ്പോർട്ട് ടു ദ പേഷ്യന്റ്. ബിക്കോസ് പേഷ്യന്റിന് വേറെ ആരും ഇല്ല. നോ വൺ ഇസ് ദെയർ ടു സപ്പോർട്ട് ദ പേഷ്യന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അറേഞ്ചിങ് പേഷ്യന്റ് ഓൾ ദ നീഡ്സ് that's the role of the sage advocate. Very good, very good. Full body hoist, A2 means 2 person assistance. Very good. Need help for our outdoor activities and housekeeping. Very good, Chinchu. Very good. Healthcare package. Yes. Very good. Domestic activities of daily living. Clear. Domestic activities of daily living. Asha Bibin, Shaila Binu. Clear. Yes. Thank you. Yes, it is really clear. ഗുഡ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? 35 hours കാര്യം പറഞ്ഞിട്ട് ബാക്കി ഇനി എന്തൊക്കെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുണ്ട് സേജ് അഡ്വക്കേറ്റ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹൗസിംഗ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ഹൗസിംഗ് ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആൻഡ് ഹോം കെയറർ ടു റിവ്യൂ ദ ഹോം. അവരെന്തോ ചെയ്യണം? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സും കെയററും കൂടെ എന്തോ ചെയ്യണം? വീട് റിവ്യൂ ചെയ്യണം. ഇത് റിവ്യൂ ചെയ്തു എന്നത് മേക്ക് ഷുവർ ചെയ്യുകയാണ് ആര് ചെയ്യേണ്ടത്? സേജ് അഡ്വക്കേറ്റ് ചെയ്യേണ്ടത്. സേജ് അഡ്വക്കേറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. എന്ത്? ഡിസ്ചാർജ് പ്ലാൻ. നമ്മുടെ ഡിസ്ചാർജ് പ്ലാനിലുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട്, റെഡിയാണ്. പേഷ്യന്റിന്റെ ഹൗസ് ഈസ് റെഡി ടു റിസീവ് ദ പേഷ്യന്റ് വിത്ത് ഓൾ ദ നെസസറി അറേഞ്ച്മെന്റ്സ് എന്നത് മേക്ക് ഷുവർ ചെയ്യുക എന്നതാണ് സേജ് അഡ്വക്കേറ്റിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. വാഷിംഗ് മെഷീൻ ടു ബി ഫിറ്റഡ് ആണ്. നീഡ് ടു കോൾ ദ പ്ലംബർ ആണ്. അപ്പം ഇതാരാണ്? ഇതും അതിന്റെ നെസസറി അറേഞ്ച്മെന്റ്സ് ആണ് അല്ലെ. ദിസ് ഇസ് ഓൾസോ എന്ത് ചെയ്യാം? സേജ് അഡ്വക്കേറ്റിന് എന്തോ ചെയ്യാം?
കോർഡിനേറ്റ് ചെയ്യാം അല്ലെ? യെസ്. ഇനി നീഡ് ടു ലൈസൺ വിത്ത് പ്രൈമറി സോഷ്യൽ വർക്കർ ടു ഇൻഫോം പേഷ്യന്റ് ഡിസ്ചാർജ് സോ ദേ ക്യാൻ അസസ് ആൻഡ് ലുക്ക് ആഫ്റ്റർ പേഷ്യന്റ് സോഷ്യൽ നീഡ്സ്, ഫോർ എക്സാമ്പിൾ ഗ്രോസറി, ബാങ്കിങ്, ഫിനാൻസ് ആൻഡ് ഷോപ്പിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇവിടെ പ്രൈമറി സോഷ്യൽ വർക്കറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ ഇവിടെ ലൈസൺ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നു? സേജ് അഡ്വക്കേറ്റ് ആക്ട് ചെയ്യുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് was overdue, connection discontinued ആണ്. കണക്ഷൻ ഡിസ്കണ്ടിന്യൂഡ് or disconnected. ഇലക്ട്രിസിറ്റി ഡിസ്കണക്റ്റഡ് ആണ് വീട്ടില്, പേഷ്യന്റിന് എങ്ങനെ തിരിച്ചു പോകാൻ പറ്റും? സോ ഈ ഇലക്ട്രിസിറ്റി ഓവർഡ്യൂ ആയിട്ടുള്ള ബില്ല് സെറ്റിൽ ചെയ്ത് എന്താണ് പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ, പേഷ്യന്റ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് DD ആൻഡ് ടെലിഫോൺ കോൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന, DD ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. സോ ഈ ഓവർഡ്യൂ ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല് ആര് സെറ്റിൽ ചെയ്യണം? അല്ലെങ്കിൽ അതിന്റെ ഈ ബില്ല് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും ഈ അറേഞ്ച്മെന്റ്സ്, അതായത് ട്രാൻസ്ഫർ മണി ആരുടെ കയ്യിലുണ്ട്? പേഷ്യന്റിന്റെ കയ്യിലുണ്ട്. പക്ഷെ പേഷ്യന്റിന് തന്നെ ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഫോർ ദാറ്റ് യു ആർ റെഫറിംഗ് ദിസ് പേഷ്യന്റ് ടു എ സേജ് അഡ്വക്കേറ്റ്. മനസ്സിലായോ? സോ എല്ലാ തരത്തിലുള്ള അസസ്മെന്റും എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും നമ്മൾ ഈ പേഷ്യന്റിന് കൊടുക്കണം. അതിനാണ് എന്തോ പറഞ്ഞത്? സേജ് അഡ്വക്കേറ്റിന് ലെറ്റർ എഴുതുന്നത്. സോ key information should be highlighted എന്ന് പറയുന്ന പോയിന്റിൽ യു ക്യാൻ ഹൈലൈറ്റ് ദിസ് പോയിന്റ്. എന്താണ്? ഈ ഓവർഡ്യൂ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അറേഞ്ച്മെന്റ്സ് ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പേ ചെയ്തതിനു ശേഷം ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ that will be connected, that should be connected. Okay, fine. Yes, bed and mattress to be arranged before discharge. Bed and mattress എവിടെയാണ്? ട്രാൻസിഷണൽ കെയർ സെന്ററിലായ നമുക്ക് തന്നെ we can provide the bed and mattress to the patient, but the thing is സേജ് അഡ്വക്കേറ്റ് എന്തോ ചെയ്യണം? Have to monitor and make sure it is already arranged there before the discharge. That is it. Food and nutrition request support from the group regarding ordering of the food എന്ന് പറഞ്ഞിട്ടുണ്ട്. That is also important. Medication prescription to be sent directly to the chemist for the delivery of medication. That is our responsibility. That we will do. That is not the responsibility of the sage advocates. Okay. So sage advocate the responsibility alla medication that we must do that. We will do it later. So other excluded ആണ്, irrelevant ആണ്. Equipment required, bariatric wheelchair, അതുപോലെ തന്നെ എയർ മാട്രസ്, കമോഡ് ആൻഡ് ഷവർ ചെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയും ചെക്ക് ദ അവൈലബിലിറ്റി ഓഫ് ദീസ് എക്യുപ്മെന്റ് അറ്റ് ഹോം എന്നതാണ് സേജ് അഡ്വക്കേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. വെരി ഗുഡ്. ഹെൽത്ത് കെയർ പാക്കേജ്, യെസ്. റെഡിനെസ് ഓഫ് ദ ഹൗസ്, വെരി ഗുഡ്. അപ്പം പേഷ്യന്റിനെ റിസീവ് ചെയ്യാൻ പേഷ്യന്റിന്റെ വീട്ടില് ഈ പറയുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നത് ചെക്ക് ചെയ്യുവാണ് എന്തോ ചെയ്യുന്നത്? സേജ് അഡ്വക്കേറ്റ്സ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു സേജ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു ടോപ്പിക്, ഒരു റീഡറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കണ്ടത് അല്ലെ? അതെ. അപ്പൊ ഈ സേജ് അഡ്വക്കേറ്റ്സിന്റെ കേസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാമോ? ഈ ഒരു കേസ് നോട്ട് നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? വാട്ട് ഓൾ ആർ ദ 6 points? റീഡർ സേജ് അഡ്വക്കേറ്റ് ആണ്, പേര് തന്നിട്ടുണ്ട്, സിൻസിയർലി ആണ്. നമ്മൾ ആരാണ്? ചാർജ് നേഴ്സ് ആണ്. പേർപ്പസ് ഓഫ് ദ ലെറ്റർ എന്താണ്? പ്രൊവിഷൻ ഓഫ് ദ നെസസറി അറേഞ്ച്മെന്റ്സ് അറ്റ് ഹോം ആണ് അല്ലെ? വൈ? ഡയഗ്നോസിസ് എന്താണ്? പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് എന്താണ്? അക്കോപ്പിയ ആണ് അല്ലെ? പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അക്കോപ്പിയ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ്ഡ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ട്. അപ്പൊ ഇവിടെ സേജ് അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് ഡയഗ്നോസിസ് എന്താണ്? ഇന്നബിലിറ്റി ടു കോപ്പ് വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് ആണ്. ശരിയാണോ? അതെ. ഇനി അതുപോലെ തന്നെ വരുന്ന എന്താണ്? പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ് ഇറ്റ് എ നോൺ കേസ് ഓർ അൺനോൺ കേസ് ടു ദ റീഡർ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആൻ അൺനോൺ കേസ് ആണ്. ശരിയാണോ? അതെ. അപ്പൊ ഇത്രയും കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി വന്നു. യെസ്. ആരെങ്കിലും ഈ ലെറ്ററിന്റെ പർപ്പസ് എഴുതിയിട്ടുണ്ടോ? ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? എല്ലാ പ്രാവശ്യം റൈറ്റിംഗ് ഡിപിക്ഷൻ വരുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പർപ്പസ് എഴുതി പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇന്ന് പർപ്പസ് എഴുതി വന്നിട്ടുള്ള ആരൊക്കെയാണ്? ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? യെസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ? വെരി ഇൻഫോർമേറ്റീവ് ലെറ്റർ. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ഇന്ന് കണ്ടു അല്ലെ? ഒരുപാട് ന്യൂ ടേംസ് കണ്ടു, ഒരുപാട് ഫുൾ ഫോംസ് കണ്ടു. നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കണ്ടു. എപ്പോഴും വെറൈറ്റി ഉള്ള ലെറ്റേഴ്സ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള ലെറ്ററുകളും നമുക്ക് OET എക്സാമിന് വരാം അല്ലെ? വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള റീഡേഴ്സ് മാത്രമേ വരുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള റീഡേഴ്സും നമുക്ക് വരാം അല്ലെ? ശരിയല്ലേ? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റീഡർ ആയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? മ്യൂസിക് തെറാപ്പിസ്റ്റ്, ഈ പറയുന്ന സോൾട്ട് അല്ലെ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് പോലെയുള്ള ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള റീഡേഴ്സിന്റെ ലെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇന്ന് സേജ് അഡ്വക്കേറ്റ് ഒത്തിരി ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരു റീഡറിനെ ഡിസ്കസ് ചെയ്തപ്പം ഒരുപാട് പേരുടെ തോട്ട് കുറച്ച് ക്ലാരിറ്റി വന്നു കാണും അല്ലെ?
യെസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് ലെറ്റർ വന്നാലും നമ്മൾ എഴുതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം റീഡർ ആരാണ് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ റീഡർ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ, റീഡർ ആരാണെങ്കിലും യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ലെറ്റർ, അല്ലെ? അത്രമാത്രം നമ്മൾ കോൺഫിഡന്റ് ആണ്. കാരണം എന്താണ്? യു ആർ വെൽ അവെയർ ഓഫ് ദ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആൻഡ് ഓൾസോ വാട്ട് ഓൾ ആർ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അതിനെപ്പറ്റി നല്ല ധാരണ നിങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നന്നായിട്ട് അത് എഴുതുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ്. നാളത്തെ എക്സാം, അല്ലെ? ടുമോറോ ഷുഡ് ബി യുവർ ഡേ. നാളെ എന്റെ ദിവസമാണ്. നാളെ ഞാൻ ഫ്ലറിഷ് ചെയ്യാൻ പോണ ദിവസമാണ്. എനിക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും നാളെ എന്ന് ഉറച്ചു വിശ്വസിച്ച് നാളെ എക്സാമിന് പോവാ. എക്സാം എഴുതുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആരൊക്കെയാണ് വാച്ച് ചെയ്യുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ്, യാ. അപ്പം അവിടെ ഇവിടെ അങ്ങനെ നമ്മൾ കമന്റ്, ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് എന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നാളെ പോവാ. ഏത് ലെറ്റർ വന്നാലും യു ഷുഡ് ബി റെഡി ടു റൈറ്റ് ഇറ്റ് ഡൗൺ, അല്ലെ? അതെ, നമ്മൾ റെഡിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റീഡർ എന്നത് ലെറ്റർ വായിക്കേണ്ട ഒരാളാണ്. അല്ലെങ്കിൽ കേസ് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ആര് റീഡർ ആണെങ്കിലും ലെറ്റർ എഴുതാൻ നമുക്കറിയാം. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന എല്ലാ റീഡേഴ്സിനെയും നമുക്ക് പരിചയമുണ്ട്. നമ്മൾ ഈ റീഡേഴ്സിനെ എല്ലാം കാണുന്നുണ്ട്, അല്ലെ? നമ്മൾ ക്ലിനിക്കൽ സെറ്റിംഗിൽ നമ്മൾ കാണുന്ന പോലെ പേഷ്യൻസിനെ വേറെ ആരാ കാണുന്നേ? ശരിയല്ലേ? അതെ. അപ്പൊ അതിലൊരു പേഷ്യന്റിനെ നമ്മൾ ഇന്ന റീഡറിന് വിടുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ റീഡറിന് ആവശ്യമുണ്ട് എന്നത് പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഉറച്ചു വിശ്വസിക്കുക. So you have to prioritize the data. Along with that, you have to use appropriate sentence constructions and structures. Definitely you will crack it. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ആരും അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. ടുമോറോ ഇസ് യുവർ ഡേ. അത് നാളെ എന്റെ ദിവസമാണ് എന്ന മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് നാളെ പോവാ. ഓക്കെ, കുറെ അധികം പേര് കമന്റ് ചെയ്യും. യെസ് മാം, ഇറ്റ് ഇസ് വെരി ഇൻഫോർമേറ്റീവ് ക്ലാസ്. താങ്ക് യു. റിക്വസ്റ്റ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഫോർ സ്മൂത്ത് ട്രാൻസിഷൻ ബാക്ക് ടു ഹോം. വെരി ഗുഡ് ഷാൻഡോ. Very good sentence. Yes, excellent ma'am. Your explanation, no words, salute, no comments more than ma'am. Way of explaining is very simple and understandable. Ma'am, God bless you. Thank you, dear. Yes, thank you ma'am. Very informative. Thank you. Yes. Thank you so much. Very informative. Thank you for helpful explanation. Thank you. I am writing to refer Miss request assistance and support from your service for the necessary arrangement before her discharge. She was diagnosed with inability to cope with activities of daily life. Very good, Raina David. Very good introduction. Okay, fine, good. This letter is written to refer Miss Tiffany Shea, who requests assistance and support from your service. So, what to do എന്നത് മാത്രമാണ് പ്രിയ പറഞ്ഞത്. Why to do എന്നത് also it should be there in the introduction paragraph. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള introduction paragraphകൾ വരുന്നുണ്ട്. Very good, great. Yes, need assistance and support for smooth transition back to home. Yes, Dharma, I am writing to refer Mr. X, who requires your assistance and support to arrange his necessary needs before his discharge. He has inability to cope with activities of or cope with his daily activities. Very good. Yes, thank you. Very informative. Thank you. Very good. Okay, so ini sage advocates നമ്മൾ കണ്ടു. സോ പുതിയൊരു ടേം ആയിരുന്നു. ഒരുപാട് പേര് again and again ഒരുപാട് പേര് ലെക്ചർ ഇൻട്രോ എഴുതിയിടുന്നുണ്ട്. വെരി ഗുഡ്. കീപ് ഗോയിങ്. യെസ്, നമ്മൾ ഒരു ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും അതിന്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, എങ്ങനെ എനിക്ക് ലെക്ചർ ഫ്രെയിം ചെയ്യാൻ പറ്റും പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയും ചെയ്തും തന്നെ പോവാ. നാളെ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസിനോടാണ് again and again ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ റീഡിങ് കഴിഞ്ഞു. റൈറ്റിംഗിന്റെ കേസ് നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ റീഡിംഗ് ദ കേസ് നോട്ട്, അല്ലെ? അതെ, ആ സമയത്ത് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കേസ് നോട്ട് വായിച്ചു പോവാ. കേസ് നോട്ട് വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട 6 ക്വസ്റ്റ്യൻസ്. ഇഗൈൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, റീഡർ ആരാണ്, റീഡറിന്റെ പേര് തന്നിട്ടുണ്ടോ, ഞാൻ ആരാണ്, പേർപ്പസ് എന്താണ്, അടുത്ത എന്താണ്, ഡയഗ്നോസിസ് എന്താണ്, ഇസ് ഇറ്റ് എ നോൺ കേസ് ഓർ അൺനോൺ കേസ് ടു ദ റീഡർ. again and again ഞാൻ പറയുവാണ്, ഒരു ലെക്ചറിന്റെ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോ തന്നെ ആ ലെക്ചറിന്റെ റീഡർ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് അറിയാനുള്ള യാതൊരു മാജിക്കും ഇല്ല. ഒരു കാരണവശാലും അങ്ങനെ വിശ്വസിക്കരുത്. ഒരു ലെക്ചറിന്റെ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ ചില കേസുകളിൽ നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് എ നോൺ കേസ്, അല്ലെ? അതെ, അതിനപ്പുറത്തോട്ട് അങ്ങനെ മനസ്സിലാവാത്ത കേസ് നോട്ടുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ലെറ്ററിന്റെ റൈറ്റിംഗ് ടാസ്ക് മാത്രം വായിച്ചുകൊണ്ട് ആ ലെറ്റർ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ഒരു കാരണവശാലും ഡിസൈഡ് ചെയ്യരുത്. ഒരുപാട് സ്റ്റുഡൻസ് ഈ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. കാര്യം ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളിലോട്ട് എത്തുന്നത്. ഒരുപാട് പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, മാം ഈ റൈറ്റിംഗ് ടാസ്കിൽ മാത്രം കൊണ്ട് റെഫർ എന്ന് പറയുമ്പോൾ അത് അൺനോൺ കേസ് ആണ്
ആണോ? ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ലെറ്ററും സ്പെസിഫിക് ആണ്. അപ്പൊ നാളെ എക്സാം എഴുതാൻ പോണ സ്റ്റുഡൻസിനോട് വീണ്ടും പറയാണ്, ലെറ്ററിന്റെ റൈറ്റിംഗ് ടാസ്ക് മാത്രം വായിച്ചുകൊണ്ട് അത് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ഒരു കാരണവശാലും നമുക്ക് എന്തോ ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ലെറ്റർ വായിച്ചു വരുമ്പം ലെറ്ററിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഹെർ GP എന്നോ ഹിസ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നോൺ കേസുകൾ വരാറുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഡയറക്റ്റ് ആയിട്ട് നോൺ കേസ് അൺനോൺ കേസ് റൈറ്റിംഗ് ടാസ്കിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന്. ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വരാം, നോ ഡൗട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് നോട്ടുകൾ വായിക്കുമ്പം ശ്രദ്ധിച്ച് വായിക്കുക. ഓരോ കാര്യങ്ങളും സെന്റൻസുകൾ വായിക്കുമ്പോൾ ഓരോ വേർഡ്സിനും സ്ട്രെസ് കൊടുത്ത് വായിക്കണം. ആ ഓരോ വേർഡ്സിലും ഒരു ലെറ്റർ നമ്മുടെ കയ്യിലെടുത്ത്, ഒരു കേസ് നോട്ട് നമ്മുടെ കയ്യിലെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കേസ് നോട്ട് എന്താണ്? ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി ആണ്. ആ പേഷ്യന്റിന്റെ യുണീക്ക് ഇൻഫർമേഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ചാർജ് സമ്മറി ആണ് ആ പേഷ്യന്റിന്റെ കേസ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ കേസ് നോട്ട് വായിച്ചു കഴിയുമ്പോൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? യു ഹാവ് ടു ഇമാജിൻ ദ സിനാരിയോ, അസ്യൂം ദാറ്റ് യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഷ്യന്റ്. നിങ്ങൾ ഇത്രയും കാര്യം ഒന്ന് ചെയ്തു നോക്കിയോ, ഡെഫിനറ്റ്ലി യു ക്യാൻ ഓർഗനൈസ് ദ ലെറ്റർ പ്രോപ്പർലി. ഒരു ഡൗട്ടും വേണ്ട. കാര്യം ഒരു ദിവസം 10ഉം 15ഉം 20 പേഷ്യൻസിനെ വരെ കാണുന്നവരാ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഈ ലൈവ് കാണുന്നത്. ശരിയാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് എന്ന് പറയുന്നത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പേഷ്യന്റിന്റെ കേസ് നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് കേസ് ഫയൽ കിട്ടിയാൽ പ്രയോറിറ്റി നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം, നോ ഡൗട്ട് അല്ലെ? അതെ, അത് തന്നെയാണ് കേസ് നോട്ട്. ഒരു കേസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് സമ്മറിയാണ്. അസ്യൂം ദാറ്റ് യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് എ റിയൽ പേഷ്യന്റ്. ആ ഡിസ്ചാർജ് സമ്മറി നിങ്ങൾ ആ പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് റിയാലിറ്റിയിലോട്ട് നിങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിന് റീഡറിന് റോൾ ഉണ്ട് എന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും, നോ ഡൗട്ട്. ഓക്കെ, അപ്പൊ നാളെ ചെയ്യേണ്ട ഒരു കാര്യം, റീഡർ ആരായിക്കൊള്ളട്ടെ, അസ്യൂം ദാറ്റ് യു ആർ ദ റീഡർ. ആൻഡ് രണ്ടാമത്തെ കാര്യം, assume that you are in front of the real patient. ആ സിനാരിയോ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പം you can easily organize the letter. Organization is really important. Relevant and irrelevant information എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രയോറിറ്റൈസേഷൻ ഓഫ് ദ ഡേറ്റ അല്ലെ? അതിന്റെ കൂടെ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡേറ്റ പ്ലസ് സ്ട്രക്ചർ ആണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ദ സെറ്റിംഗ് ദ പ്രയോറിറ്റി ആണ് അല്ലെ? അപ്പം വളരെ കോഹസീവ് ആയിട്ട് പ്രയോറിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്ത് ലെറ്റർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുമ്പോഴാണ് ഒരു ബ്യൂട്ടിഫുൾ ലെറ്റർ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുക അല്ലെ? അപ്പൊ ഡോണ്ട് forget it. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കേസ് നോട്ടിന് assume that you are in front of the real patient and ഒരു റിയൽ കേസ് നോട്ട് ആയിട്ട് കണ്ടിട്ട് ആ സിനാരിയോ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് try to finalize. Then അതിനുശേഷം മേക്ക് എ സ്കെൽറ്റൻ കേട്ടോ. അപ്പൊ തന്നെ എഴുതി ലെറ്റർ എഴുതി അങ്ങ് പോയി തുടങ്ങരുത്. മേക്ക് എ സ്കെൽറ്റൻ. Then after skeleton ശേഷം അല്ലെ, after preparing the skeleton you have to move on with your letter writing. You are moving to the implementation phase. മറന്നു പോവരുത്. And the last 5 minutes it is exclusively for proofreading. ഒരു കാരണവശാലും stop writing എന്ന് പറയുന്നവരെ എഴുതി തീർക്കരുത്. You have to finish your letter within the time limit. ഒരു അവസാനത്തെ 5 മിനിറ്റ് you have to allot it for proofreading ചെയ്യാതെ ലെറ്റർ കൊടുക്കരുത്. You have to proofread your letter and give the necessary or do the necessary corrections and give hand over this എന്താണ് letter for your evaluation. കിട്ടിയോ? മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. നാളെ എക്സാം എഴുതാൻ പോണ ഒരുപാട് പേര് ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്ക്. നീഡ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. യെസ്, ഐ എം റൈറ്റിംഗ്. യെസ്, താങ്ക് യു ഐ എം റൈറ്റിംഗ്. ഒരുപാട് പേര് എഴുതിയിടുന്നുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങൾ വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് റൈറ്റിംഗ് ഡിപിക്ഷൻ എന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങൾ ഒരുപാട് ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് സ്റ്റുഡൻസിന് റൈറ്റിംഗ് ഡിപിക്ഷൻ യൂസ്ഫുൾ ആകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് ടെലഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, ഒത്തിരി ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. റൈറ്റിംഗ് ഡിപിക്ഷൻ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും റീഡിങ്ങിന്റെ ലൈവ് ക്ലാസ്സസ് നീതൂസ് അക്കാഡമിയുടെ റീഡിംഗ് പേജിൽ പോകുന്നുണ്ട്. സോ മാക്സിമം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ റീഡിങ്ങിന്റെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അതുകൂടാതെ ലിസണിങ്ങിന്റെ സൂം ക്ലാസ്സസ് നമ്മുടെ
ടെലഗ്രാം ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. നീതൂസ് അക്കാഡമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ റിമൈൻഡ് ചെയ്യുന്ന മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തുക എന്നതാണ് അല്ലെ? സെറ്റ് യുവർ ഡ്രീം അല്ലെ? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈഗർലി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനോട് ഹാർഡ് വർക്ക് ചെയ്യാനും റെഡി ആയിരിക്കണം. സോ വൺസ് അഗെയിൻ നാളെ എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും all the very best. God bless you all. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. Yes, good explanation. Thank you so much, ma'am. Yes, fine. Yes, excellent. Thank you. I am writing ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. Yes, good. Yes, explanation is very good, but I trained for like this, that for my writer training explanation is very good, that what you trained her like that, she's teaching me. Very good. Thank you, dear. Yes, who requires assistance. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. I'm really happy. Yes, thank you so much. Okay, so I think it's the time to wind up. എല്ലാവരും ഒരു good night പറഞ്ഞേ. Yes, thank you all. Yes, thank you. Yes, okay, thank you. Good night. Yes, thank you very much. Thank you. Yes, thank you. Shraddha. Yes, thank you all. Thank you. Good night. So we will meet again on next writing depiction. Thank you once again. Good night to all. Thank you.